guys, it's me, Emma Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിന്റെ പ്രിയപ്പെട്ട +1 വിദ്യാർത്ഥികളെ, ജൂൺ 5-ാം തീയതി HSCയുടെ അലോട്ട്മെന്റും വരികയാണ്, VHSCയുടെ അലോട്ട്മെന്റും വരികയാണ്. പല കുട്ടികൾക്കുള്ള സംശയമാണ് ഞാൻ ഇവിടെ ബോർഡിൽ സിമ്പിൾ ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ABCD 4 തരം കുട്ടികളുണ്ട്. ഈ 4 കുട്ടികൾക്കും HSCയും VHSCയും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ജൂൺ 5-ാം തീയതി ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ട് വന്നു കഴിഞ്ഞു. ഇനി ഈ 4 കുട്ടികളുടെയും അപ്ഡേറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം, ഒന്ന് അസ്യൂം ചെയ്യട്ടോ. നോക്കിക്കേ, ജൂൺ 5-ാം തീയതി ഏത് അലോട്ട്മെന്റ് വരുന്നടാ? ഫസ്റ്റ് അലോട്ട്മെന്റ് അല്ലേ? ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു. A എന്ന കുട്ടിക്ക് HSCയിലും സീറ്റ് കിട്ടിയിട്ടുണ്ട്, VHSCയിലും സീറ്റ് കിട്ടിയിട്ടുണ്ട്. B എന്ന കുട്ടിക്ക് HSCയിൽ കിട്ടി, VHSCയിൽ കിട്ടിയിട്ടില്ല. C എന്ന കുട്ടിക്ക് HSCയിൽ കിട്ടിയിട്ടില്ല, VHSCയിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ D എന്ന കുട്ടിക്കോ HSCയിലും കിട്ടിയിട്ടില്ല, VHSCയിലും കിട്ടിയിട്ടില്ല. ഈ കുട്ടികൾ എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് എന്നാണ് ഈ വീഡിയോയിലൂടെ MS സൊല്യൂഷൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത്. തീർച്ചയായിട്ടും ഇത്തരം വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കല്ലേ. സോ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾ +1 സയൻസ് എടുക്കുന്ന കുട്ടികളാണെങ്കിൽ നിർബന്ധമായിട്ടും MS സൊല്യൂഷൻസിന്റെ കൂടെ തന്നെ പഠിക്കാൻ ആഗ്രഹിക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ. MS സൊല്യൂഷൻസിന്റെ ന്യൂട്ടൺ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം, ബെൻടൺ ബാച്ചിൽ ജോയിൻ ചെയ്യാം. വെറും 3999 രൂപയ്ക്ക് ഉള്ളത് പറയുകയാണെങ്കിൽ 4000 രൂപ അല്ലെ, 4000 രൂപക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു വർഷം +1 നന്നായിട്ട് പഠിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് +1 520 മാർക്ക് നേടിത്തരാൻ MS സൊല്യൂഷൻ കൂടെ ഉണ്ടാകും. കെമിസ്ട്രിയിലൂടെ മാത്രമല്ല, ഫിസിക്സിലൂടെയും ബയോളജിയിലൂടെയും മാത്സിലൂടെയും ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് MS സൊല്യൂഷൻസ് ആപ്പ് ത്രൂ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു എന്ന ആ ഒരു മൊബൈൽ ഫോൺ നിങ്ങൾ കാണുന്നില്ലേ, മൊബൈൽ ഫോൺ നമ്പർ നിങ്ങൾ കാണുന്നില്ലേ, ആ ഒരു മൊബൈൽ ഫോൺ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? വാട്സ്ആപ്പ് ചെയ്യാട്ടോ. 70 12 67 00 55. ഓക്കെ ആണല്ലോ? യെസ്, നോക്കിക്കേ, ശ്രദ്ധിച്ചോളൂ കേട്ടോ. അതുപോലെ നമ്മുടെ വാട്സ്ആപ്പ് ചാനലിലോ വാട്സപ്പിന്റെ കമ്മ്യൂണിറ്റി ചാനലിലോ ജോയിൻ ചെയ്യാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തുണ്ട്? അതിന്റെ ലിങ്ക് ഉണ്ട്, ജോയിൻ ചെയ്യുക. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ, വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടിയിരിക്കും, ഉറപ്പാണ്. ഡോണ്ട് വെറി. നിങ്ങൾക്ക് 3 അലോട്ട്മെന്റിനുള്ളിൽ നിങ്ങൾ വിചാരിക്കുന്ന സ്കൂളിലും കോഴ്സിലും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അത് MS സൊല്യൂഷന്റെ ഒരു പ്രാർത്ഥനയാണ്. പഠിച്ചോനെ കൊടുക്കണേ. വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുന്ന മുഴുവൻ കുട്ടികൾക്കും സീറ്റ്, അർഹമായ സീറ്റ് കൊടുക്കണേ. ആമീൻ പറയടോ, ആമീൻ പറയടോ, ആമീൻ. യെസ്. ഇനി A എന്ന് പറയുന്ന കുട്ടിക്ക് HSCയിലും സീറ്റ് കിട്ടി, VHSCയിലും സീറ്റ് കിട്ടി. ഈ കുട്ടി എന്താണ് ചെയ്യേണ്ടത്? ഈ കുട്ടിയുടെ മുമ്പിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ HSCയിൽ കിട്ടിയ സ്കൂള് അത് ഇഷ്ടപ്പെട്ടതാണെങ്കിലും അല്ലെങ്കിലും അവിടേക്ക് ചെല്ലാം, അല്ലെങ്കിൽ VHSCയിൽ ഇഷ്ടപ്പെട്ടതാണെങ്കിലും അല്ലെങ്കിലും അവിടേക്ക് ചെല്ലാം. പക്ഷെ ഇതിൽ ഒന്നിലേക്കേ പോവാൻ കഴിയുള്ളൂ. ഓക്കെ, ഇതിൽ ഒന്നിലേക്കേ പോകാൻ കഴിയുള്ളൂ. ഫോർ എക്സാമ്പിൾ, A എന്ന കുട്ടിക്ക് VHSCയിൽ കിട്ടിയ സ്കൂളിനേക്കാളും പോകാൻ താല്പര്യം HSCയിൽ കിട്ടിയ സ്കൂളാണെങ്കിൽ ആ കുട്ടി എന്ത് ചെയ്യുക? HSCയിൽ കിട്ടിയ സ്കൂളിലേക്ക് ചെല്ലുക. എന്നിട്ടോ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ ആ സ്കൂളിൽ കൊടുക്കണ്ടേ? എന്നാലല്ലേ അഡ്മിഷൻ എടുക്കാൻ കഴിയുള്ളൂ. അത് ടെമ്പററിയോ പെർമനന്റ് ആയിക്കോട്ടെ, സർട്ടിഫിക്കറ്റുകൾ ഒറിജിനൽ ഇവിടെ കൊടുക്കണ്ടേ? കൊടുത്തു കഴിഞ്ഞു. ഇനി ആ കുട്ടിക്ക് VHSCയിൽ പോകാൻ കഴിയോ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ഇല്ലാതെ? ഇല്ല. അപ്പോ എന്ത് സംഭവിക്കും? നെക്സ്റ്റ് അലോട്ട്മെന്റിലേക്ക് ഈ കുട്ടി ടെമ്പററി ആയിട്ടാണ് ചേർന്നതെങ്കിൽ നെക്സ്റ്റ് സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് ഈ കുട്ടിയുടെ HSCയുടെ റിസൾട്ടേ വരുള്ളൂ. VHSC ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആയി പോകും. കാര്യം ആ കുട്ടി എന്ത് ചെയ്തില്ല? ഫസ്റ്റ് അലോട്ട്മെന്റിന് സീറ്റ് കിട്ടിയിട്ട് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാര്യം ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായി ചെന്നിട്ടില്ല. സോ VHSCയുടെ ലിസ്റ്റിൽ നിന്ന് കുട്ടിയെ പുറത്താക്കും. ഇത് 2 സ്ഥലത്തും ഫസ്റ്റ് അലോട്ട്മെന്റിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ അവസ്ഥ ഇങ്ങനെയാണ്. 2 ഏതിനോടാണോ താല്പര്യം അതിലേക്ക് പോവുക. ഓക്കെ, ഇനി അവിടെ വേറൊരു ഓപ്ഷൻ ഉണ്ട്, ഒരു സ്റ്റാർ മാർക്ക് കിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. കാര്യം 2 കിട്ടിയിട്ടുണ്ട്, പക്ഷെ 2 താല്പര്യമില്ലാത്ത സ്കൂളിലാണ് 2 കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടി 2 ഏതെങ്കിലും ഒന്നിൽ ചെന്ന് ജോയിൻ ചെയ്തേ പറ്റുള്ളൂ. ജോയിൻ ചെയ്യാതെ വീട്ടിലിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ആ കുട്ടിയെ 2 അലോട്ട്മെന്റിൽ നിന്നും പുറത്താക്കും. ഓക്കെ, സോ ആ കുട്ടി എന്ത് ചെയ്യണം? 1000 വട്ടം ചിന്തിച്ചിട്ട് മാത്രം മുന്നോട്ടേക്ക് പോവുക. ഇനി HSCയിൽ കിട്ടിയിട്ടുണ്ട് എന്നാലോ VHSCയിൽ കിട്ടിയിട്ടില്ല. ഈ കുട്ടി എന്ത് ചെയ്യാ? നിങ്ങൾ പറയടാ, എന്താ ചെയ്യാ? ഈ കുട്ടി
HSC ചെല്ലുക, അവിടെ തന്റെ സർട്ടിഫിക്കറ്റുകളുമായി ചെന്ന് ടെമ്പററി ആണെങ്കിൽ ടെമ്പററി, പെർമനന്റ് ആണെങ്കിൽ പെർമനന്റ് അഡ്മിഷൻ എടുക്കുക. ആ VHSC ലിസ്റ്റ് അവിടെ തന്നെ ഉണ്ടാവും. കാരണം VHSC ഫസ്റ്റ് അലോട്ട്മെന്റിൽ അവൾക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ അവൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് അങ്ങോട്ട് ചെല്ലണോ? വേണ്ട. സെക്കൻഡ് അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്താൽ പോരെ? മതി. ഓക്കെ. അപ്പോ എനേക്കാളും പ്രതിസന്ധി കുറവാണ് ബി എന്ന കുട്ടിക്ക്, അതുപോലെ തന്നെ സി എന്ന കുട്ടിക്കും. സി എന്ന കുട്ടിക്ക് HSC കിട്ടിയിട്ടില്ല, പക്ഷെ VHSC കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് എന്ത് ചെയ്യാം? VHSC ചെന്നിട്ട് ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടോ ജോയിൻ ചെയ്യാം. അത് ആ കുട്ടിയുടെ ഇഷ്ടമാണ്. അങ്ങനെ VHSC ആ കുട്ടി ജോയിൻ ചെയ്തു. ഇനി ആ HSC ലിസ്റ്റിൽ ആ കുട്ടി ഉണ്ടോ? ഉണ്ട്. കാര്യം കുട്ടിക്ക് HSC ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയിട്ടില്ല. സെക്കൻഡ് അലോട്ട്മെന്റ് വരെ വെയിറ്റ് ചെയ്യാം. കാരണം ഇവിടെ അസൽ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുക്കാൻ ഈ കുട്ടിക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഈ കുട്ടിക്ക് അങ്ങനെ കൂടുതൽ പ്രശ്നം ഉണ്ടാവുക. രണ്ട് സ്ഥലത്തും കിട്ടുന്ന കുട്ടിക്ക് രണ്ടിൽ ഏതോ ഒന്ന് അവസാനം തീരുമാനിക്കണം. ഓക്കെ. ഇനി ഡി എന്ന കുട്ടി, ആ കുട്ടി എത്രയോ ഹാപ്പിയാണ്, രണ്ടിലും കിട്ടിയില്ല. കുട്ടി എന്ത് ചെയ്യുക? അടുത്ത അലോട്ട്മെന്റിൽ രണ്ടിലും വെയിറ്റ് ചെയ്യുക. സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്ന ഡേറ്റിൽ എന്ത് ചെയ്യുക? HSC വെയിറ്റ് ചെയ്യുക, VHSC വെയിറ്റ് ചെയ്യുക. ഒന്നും ചെയ്യേണ്ട, പുരയിൽ വെറുതെ കുത്തിരുന്നാൽ മതി. അടുത്ത അലോട്ട്മെന്റിൽ താനേ വന്നോളൂ കേട്ടോ. എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് കാര്യങ്ങൾ വ്യക്തമായി എന്ന് മനസ്സിലാക്കുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കുക കേട്ടോ. ഓക്കെ. അപ്പൊ മറക്കണ്ട, MS സൊല്യൂഷൻസിന്റെ കൂടെ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ബെൻടൺ ബാച്ചിലൂടെയോ ന്യൂട്ടൺ ബാച്ചിലൂടെയോ കേരളത്തിന്റെ നമ്പർ 1 520 ഔട്ട് ഓഫ് 520 ആവണമെങ്കിൽ വന്നോളൂ MS സൊല്യൂഷൻസിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക്. ഓക്കെ ആണല്ലോ. 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് പ്രഡിക്ഷൻസ് ആണ് ലഭിച്ചതെങ്കിൽ +1 നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ക്ലാസ്സുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എൻട്രൻസ് ക്വസ്റ്റ്യൻസും ചാപ്റ്ററിലൂടെയുള്ള എത്തിനോട്ടങ്ങളും പിന്നെ ലാസ്റ്റ് ഒരു കാര്യം, വരാൻ പോകുന്ന ചോദ്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ആപ്പ് ത്രൂ ലഭിച്ചിരിക്കും. സോ ജോയിൻ ചെയ്യുക. തിരക്കണ്ട, ടിക്കറ്റ് എടുക്കണ്ട, നിങ്ങൾ നേരെ വാട്സപ്പ് ചാനലിലേക്ക് വരിക. ഓക്കെ ആണല്ലോ. വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.